പ്രിയപ്പെട്ട മക്കളെ, യേശു 12 പേരോടായി ചോദിക്കുക, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഈ സമയത്ത് പത്രോസിന്റെ മറുപടി എന്താ? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വസ്ത്രങ്ങൾ നിന്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയെ പങ്കെടുക്കുന്ന സകല മക്കൾക്കും പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവേ, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടയില്ല. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല. ഞങ്ങൾ എവിടേക്ക് പോകുക കർത്താവേ? ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, മക്കളെ ഓർത്തുള്ള വേദനകളുണ്ട്, ഈ മക്കൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്. നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് ഉത്തരം കിട്ടാത്ത അവസ്ഥയാ, ഇതാ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാ. ഈ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ വേറെ എവിടെയില്ല. ഞങ്ങൾക്ക് അഭയം മറ്റൊരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ദിവ്യക്കാരുടെ സൗഖ്യനാഥന്റെ മുമ്പിലാ, അല്ലാതെ മറ്റൊരു സ്ഥലമില്ല. ഇതാണ് പത്രോസ് അന്ന് പറഞ്ഞത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് പത്രോസ് പറയാ, നിത്യജീവന്റെ വസ്ത്രങ്ങൾ നിന്റെ പക്കലാ, വേറെ എവിടെ നിന്നും അല്ല ഞങ്ങൾക്ക് കിട്ടുക. നിത്യജീവന്റെ വസ്ത്രങ്ങളുണ്ടല്ലോ നിന്റെ പക്കലാ. ഈ ലോകത്തിലെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചോ, നോവല് വായിച്ചോ, ഏതൊക്കെ ഫിക്ഷൻസ് നിങ്ങൾ വായിച്ചോ, പോയട്രികൾ നിങ്ങൾ വായിച്ചോ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഇൻസ്പിറേഷൻ തരും. എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമേ നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോർമേഷൻ തരികയുള്ളൂ. മാറ്റം വരണമോ, മാനസാന്തരം വരണമോ, അതൊരു വ്യക്തിക്ക് മാത്രം സാധിക്കുകയുള്ളൂ, ദൈവവചനത്തിന് മാത്രം. കാരണം എന്താ? ഈ ദൈവവചനം നിസ്സാര കാര്യമല്ല. അപ്പോസ്തലന്മാരുടെ പ്രവാചകന്മാരുടെ ദൈവം സംസാരിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം വായിക്കെ അവിടെ കാണാൻ സാധിക്കും മാനസാന്തരങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ വചനം കടന്നു വരുന്ന സ്ഥലത്ത് സംഭവിക്കും. ഇതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന സമയം മുഴുവൻ അരമണിക്കൂറെങ്കിലും വചനം ശ്രവിക്കാൻ വേണ്ടി നാം മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം നിത്യജീവന്റെ വചനങ്ങളാ ഓരോ ദിവസവും ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിത്യജീവന്റെ വചനം ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കുമ്പോൾ ആ കുടുംബങ്ങളിൽ വലിയ സൗഖ്യങ്ങളും വിടുതലുകളും അത്ഭുതങ്ങളും സംഭവിക്കുക. അതുകൊണ്ടാണ് ഓരോ ദിനവും ഈ വചനം കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ ഈ വചനത്തിന് ചുറ്റും, ദിവ്യകാരുണ്യ നാഥന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മറ്റൊന്നുകൊണ്ടും അല്ല. നിങ്ങൾ നോക്കിക്കോ, ഏത് ടിവിയിലുള്ള പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, നമുക്കറിയാം ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെയല്ല. ഈ ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ എത്ര മണിക്കൂറുകൾ കേട്ടിരുന്നാലും അവിടെ നമുക്ക് ബോറടിയില്ല. വലതുകര ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. താമസിച്ചുള്ള ധ്യാനം 4 ദിവസം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനം. നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും നല്ല പ്രോഗ്രാം നമ്മൾ നടത്തുന്നു, 4 ദിവസം കൊണ്ടുപോയിട്ട് നമ്മൾ കാണുക, ഇതാ ഗാനമേള വെക്കുന്നു, നാടകം വെക്കുന്നു, എത്ര പേരുണ്ടാവും? ഇതാ 1 ദിവസം കഴിഞ്ഞ് മതി, ഞങ്ങൾ പോകുക. എന്നാൽ ദൈവത്തിന്റെ വചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ ജനത്തിന് ദാഹ. അതല്ലേ ആമോസ് പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ക്ഷാമ? ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമ. ഈ ക്ഷാമമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിലേക്ക് ഓരോ ദിവസവും എത്തിക്കുന്നത്. നമ്മുടെ ദേശത്ത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ദാഹജലത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹ. അതാണ് വചനം പറയുന്നത്. യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വീണ്ടും പത്രോസ് 3ാമത്തെ പ്രഖ്യാപനം പറയുകയാണ്. ഒന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ വേറൊരു ഇടയില്ല. 2ാം പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനം നിന്റെ പക്കല. 3ാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പത്രോസ് പറയുക, എന്താ പറയുന്നേ? നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ദിവ്യക്കാരുടെ സൗഖ്യ ആരാധനയെ പങ്കെടുക്കുമ്പോൾ
ഓരോ മക്കളും ഈ പത്രോസിനെ പോലെ ഈശോയെ നോക്കിക്കൊണ്ട് ഒന്ന് പറയണം, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ദീപികാരനാഥന് പക്കലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 5 പ്രാവശ്യം എന്ന് പറഞ്ഞ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തെ വചന സന്ദേശത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. എന്താണ് ദണ്ഡവിമോചനം? ഈ നാളുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ദണ്ഡവിമോചനമെന്ന്. എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭ ദണ്ഡവിമോചനത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 1471 ഖണ്ഡികയിൽ എന്താണ് ദണ്ഡവിമോചനമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ശ്രമിക്കാം. അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്. പണ്ട് അച്ഛൻ നിങ്ങളോട് പറഞ്ഞു, ഇതാ ഒരു കുമ്പസാരം കൊണ്ട് മാത്രം തീരുന്നതല്ല, പിന്നീട് നമ്മെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ കറയുണ്ട് നമ്മുടെ ആത്മാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഈ ആത്മാവിൽ ഒട്ടിപ്പിടിച്ചിരുന്ന കറ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം കിട്ടുക? നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്താ? പാപങ്ങളുടെ മോചനം, പാപത്തിന്റെ കുറ്റം നമ്മിൽ നിന്ന് പോയി. പക്ഷെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പാപത്തിന്റെ കറയുണ്ടല്ലോ, അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. പിന്നീട് ആത്മീയ ജീവിതത്തിൽ പിതാക്കന്മാർ പറയുകയാണ്, ആത്മീയ ജീവിതത്തിൽ വളരണമോ, സ്വർഗത്തിൽ പോകണോ, നരകത്തിൽ പോകാതെ ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ ഒരാത്മാവിന് മുന്നോട്ട് പോകണമോ, ആ വ്യക്തി ചെയ്യേണ്ടതാണ് പരിഹാര ജീവിതം. എന്നാൽ ഈ പരിഹാര ജീവിതത്തിൽ സഭ നമുക്ക് തരുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ദണ്ഡവിമോചനം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മൾ കാണുക അപരാധവിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും. എന്താണ് അപരാധവിമുക്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി കുമ്പസാരിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആ പാപത്തിൻ്റെ കുറ്റം ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. പിന്നീട് നമ്മൾ കാണുകയാണ് ആ പാപങ്ങളെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും. താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, ഈ പാപത്തിൻ്റെ ആ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരുന്ന കറ നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ആ കറയിൽ നിന്നും ദൈവത്തിനു മുൻപാകെ ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് ഇളവ് ലഭിക്കുന്ന, കുമ്പസാരിച്ചു കഴിഞ്ഞ പാപങ്ങൾക്ക് ഇളവ് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ദണ്ഡവിമോചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ തുടർന്ന് എന്താണ് പരിശുദ്ധ കത്തോലിക്ക സഭ പറഞ്ഞു തരുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ ദണ്ഡവിമോചനം കിട്ടുക? തുടർന്ന് വായിക്കുന്നു. നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു. കണ്ടോ പ്രിയ, 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. സഭ ചില കാര്യങ്ങൾ നമ്മളോട് അനുശാസിക്കുന്നുണ്ട്. ഈ അനുശാസിക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് സഭ നമ്മെ പഠിപ്പിച്ചു തരിക. എന്താണ്? ഒരു വ്യക്തി നല്ല കുമ്പസാരമൊക്കെ നടത്തി അനുതാപ ഹൃദയത്തോടുകൂടെ ആ വ്യക്തി ആയിരിക്കുന്നു. ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താ? ഈ ആത്മാവ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പാപത്തിൻ്റെ കറകളൊക്കെ പൂർണ്ണമായി മോചനം നേടിയിരിക്കുന്നു. എന്നാൽ ഈ വ്യക്തിയോട് പറയുകയാണ്, ഈ ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയോട് പറഞ്ഞു തരികയാണ് സഭ എന്താണ് ചെയ്യേണ്ടത്. ഈ വ്യക്തി സഭ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. 4-5 കാര്യങ്ങളാണ് സഭ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അനുതാപ ഹൃദയത്തോടുകൂടെ നല്ല കുമ്പസാരം നടത്തണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വീണ്ടും പറയുകയാണ്, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം നാം പ്രാർത്ഥിക്കണം. ഒരു സ്വർഗസ്ഥനായും ഒരു നന്മ നിറഞ്ഞവരെയും ഒരു ത്രിത്വസ്തുതിയും നീ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് സഭ പഠിപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വായിക്കുന്നു. വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷിക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത്. കണ്ടോ പ്രിയ, ഇത് സഭയുടെ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഓഹരിയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യേശുവിൻ്റെയും പരിശുദ്ധാമ്മയുടെയും വിശുദ്ധാത്മാക്കളുടെയും ഒക്കെ പുണ്യപ്രവർത്തികളുടെയും സഹനങ്ങളുടെയും ആ ഭണ്ഡാരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇളവാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ദണ്ഡവിമോചനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാവുള്ള സകല പാപക്കറകളും കഴുകപ്പെടലാണ് ഈ ദണ്ഡവിമോചനത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സഭ പഠിപ്പിച്ചു തരികയാണ് 2 തരം ദണ്ഡവിമോചനമുണ്ട്. തുടർന്ന് നമുക്ക് വായിക്കാം. പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തരം ദണ്ഡവിമോചനമുണ്ട്. സഭ പഠിപ്പിച്ച് ശരിയ. 1 പൂർണ്ണ ദണ്ഡവിമോചനം, 2 ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം. എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാവിലുള്ള സകല പാപക്കറകളും കഴുകപ്പെടലാണ് പൂർണ്ണ ദണ്ഡവിമോചനം. വയസ്സ് 10-50 ഈ 50 വർഷം നാം ജീവിച്ചു. ആ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള നമ്മൾ കുമ്പസാരിച്ചിട്ടുണ്ട്. പക്ഷെ പാപത്തിന്റെ കറ നമ്മുടെ ആത്മാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഈ കറയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ആത്മാവിന് ഏറ്റ കറകൾ ഭാഗികമായി കുറച്ചൊക്കെ കഴുകിപ്പോകുന്നത്, അല്ലെങ്കിൽ ഭാഗ്യമായി കഴുകിപ്പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമുക്ക് എത്ര പ്രാവശ്യം പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും? ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക്, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഭാഗ്യ ദണ്ഡവിമോചനം ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. 2 കൂട്ടർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദണ്ഡവിമോചനം ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തെ കൂട്ടരാരാ? എൻ്റെ തന്നെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. രണ്ടാമത്തെ ആരാ? എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ വ്യക്തികളില്ലേ, അവിടെ പാപത്തിൻ്റെ പരിഹാരമായി എനിക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി വരപ്രസാദ അവസ്ഥയിൽ ആ വ്യക്തിക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് അറിയുന്നില്ല ഈ കാര്യം. മാമോദീസ സ്വീകരിച്ച് വരപ്രസാദ അവസ്ഥയിലാണോ ഈ ദണ്ഡവിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദണ്ഡവിമോചനം കിട്ടും. ഈ ദണ്ഡവിമോചനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താ? മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്ത് ആ ആത്മാവ് പോവുകയില്ല, ആത്മാവ് സ്വർഗത്തിലേക്കാണ് പോകുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടിയാലുള്ള ആനുകൂല്യം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തേക്കല്ല പോകുക, നേരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണ് ദണ്ഡവിമോചനം. ഇത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലൊരു സംഭവം പറയുന്നുണ്ട്. അമ്മ ത്രേസ്യ പുണ്യവതിയുടെ കോൺവെന്റിലുള്ള ഒരു സഹോദരി മരിച്ചു. ഇതിനുശേഷം ഈ അമ്മ ത്രേസ്യ പുണ്യവതിക്ക് വലിയ വിഷനുള്ള വ്യക്തിയാണ്. അതുപോലെ മാലാഖമാരെയും ശുദ്ധാത്മാക്കളെയും ഈ കർത്താവിശംശായും പരിശുദ്ധാമ്മയെയും സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും എല്ലാം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വിശുദ്ധിയാണ് വിശുദ്ധ അവിലായ വിശുദ്ധ ത്രേസ്യ എന്ന് പറയുന്ന വിശുദ്ധ. എന്നാൽ ഈ വിശുദ്ധയുണ്ടല്ലോ, ഒരു സംഭവം പറയുക. തൻ്റെ കൂടെ തൻ്റെ കോൺവെന്റിൽ ജീവിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ, ഈ കന്യാസ്ത്രീ മരിച്ചു. ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ ത്രേസ്യ പുണ്യവതിക്ക് ഇങ്ങനൊരു ദർശനമുണ്ടാവുകയാണ്. ഈ കന്യാസ്ത്രീ ഉണ്ടല്ലോ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയാ. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ പുണ്യമൊന്നും ചെയ്യാത്ത വ്യക്തിയാണല്ലോ, പക്ഷെ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ എങ്ങനെയാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്? അപ്പോൾ ഒരു ദിവസം ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈശോയോട് ചോദിച്ചു, ഞങ്ങളുടെ സമൂഹത്തിലുള്ള ഇന്ന സിസ്റ്റർ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ദർശനമുണ്ടാവിയ ആ സിസ്റ്റർ സ്വർഗത്തിലേക്ക് പോകുന്നേ. എങ്ങനെയാണ് ആ സിസ്റ്റർ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചത്? ഇതിന് ഈശോ അമ്മ ത്രേസ്യ പുണ്യവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഈ സിസ്റ്റർ ഉണ്ടല്ലോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ദിവസവും ഒരു പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിച്ചിരുന്നു. മാത്രമല്ല കൂടെ കൂടെ ഭാഗ്യ ദണ്ഡവിമോചനം സ്വീകരിച്ചിരുന്നു.
അതുകൊണ്ടാണ് ഈ സിസ്റ്റർ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വീണ്ടും പൗലോസ്ലീഹായുടെ ജീവചരിത്രം എഴുതി അതിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാ: ഒരു ആത്മാവ് അവനെ അലട്ടിക്കൊണ്ടിരുന്നു, ഈ ആത്മാവ് അവൻ്റെ മുറിവിട്ടു പോകുന്നില്ല. അപ്പോൾ ഈ പൗലോസ്ലീഹ ചോദിക്കുക, എന്താ നീ എൻ്റെ മുറിയിൽ നിന്ന് പോകാത്തെ? ആ സമയത്ത് പറയുകയാണ്, എനിക്ക് ദണ്ഡവിമോചനം എടുത്ത് ഒന്ന് കാഴ്ചവെക്കാമോ? ആ സമയത്ത് പൗലോസിന്റെ ആ ജീവചരിത്രത്തെ എഴുതി വെച്ചേക്കുക, ഞാൻ അത് ചെയ്തോളാം എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ആ സമയം ആത്മാവ് അവിടെ നിന്ന് വിട്ടുപോയി. ദിവസത്തിൽ ഒരു ദണ്ഡവിമോചനവും എത്ര വേണമെങ്കിലും ഭാഗ്യമായിട്ട് ദണ്ഡവിമോചനവും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ ഒരു വ്യക്തി തിരിച്ചറിയണം, അപരാധ വിമുക്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിച്ച് വരപ്രസാദ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിക്കാണ് ദണ്ഡവിമോചനം കിട്ടുക. അല്ലാതെ ആരും ചിന്തിക്കേണ്ട കുമ്പസാരത്തിന് പകരം വെക്കാവുന്ന ഒന്നാണ് ദണ്ഡവിമോചനമെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ദണ്ഡവിമോചനം മാനസാന്തരത്തിന് പകരം വെക്കാവുന്ന കാര്യമല്ല, മറിച്ച് മാനസാന്തരപ്പെട്ടവർക്കുള്ള സഹായമാണ്. ലഘുഭാവവും മാനവഭാവവും ആ വ്യക്തിയിൽ കാണാൻ പാടില്ല. മാനസാന്തരത്തിന് ജീവൻ നയിച്ചാൽ നമുക്ക് സ്വർഗം സ്വന്തമാക്കാമെന്ന് ഈ ദണ്ഡവിമോചനത്തിലൂടെ പരിശുദ്ധ കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുക? ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരു വശത്ത് നിർദ്ദേശിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറാവണം. എന്താണോ ദണ്ഡവിമോചനത്തിന് വേണ്ടി സഭ ചില കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഓരോ ദണ്ഡവിമോചനത്തിലും അച്ഛൻ പറയുണ്ടായി, വരപ്രസാദ അവസ്ഥയിൽ കുമ്പസാരിച്ച് വരപ്രസാദം സ്വീകരിച്ചിരിക്കണം. 2, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരിക്കണം. 3, വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം. 4, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ചിരിക്കണം. 5, ഒരു സ്വർഗസ്നായ പിതാവും 5 ഒരു നന്മ നിറഞ്ഞു പറയും ഒരു ത്രിത്വസ്തുതിയും കാഴ്ചവെക്കണമെന്ന് നമ്മെ സഭ നിർദ്ദേശിച്ചു തരിക. മറുവശത്ത് നമുക്കുണ്ടാവേണ്ട നിലപാട് എന്താണ്? ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. 2, പാപത്തെ ഉപേക്ഷിക്കണം. 3, ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ നാം ആശ്രയിക്കണം. 4, വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയിൽ വലിയ സഹവാസത്തിലും നാം വിശ്വസിക്കണം. 5, പത്രോസിന്റെ പിന്തുടർച്ചക്കാരോട് വിധേയത്വം ഉള്ളവരായിരിക്കണം. മാർപ്പാപ്പയോട് വിധേയത്വം ഉള്ളവരായിരിക്കണം. 5 കാര്യങ്ങൾ നമ്മളോട് പറയുക. മറുവശത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട നിലപാട് കർത്താവിന് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുക, പാപത്തിന് വഴികളെല്ലാം വിട്ട് ഉപേക്ഷിക്കുന്നു. 3, ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ ആയിരിക്കണം. 4, വിശുദ്ധാത്മായുടെ കൂട്ടായ്മയിൽ ലഭിക്കുന്ന വലിയ സഹായത്തിൽ വിശ്വസിക്കണം. 5, പത്രോസിന്റെ പിന്തുടർച്ചക്കാരോട് വിധേയത്വം കാണിക്കണമെന്ന് ഈ ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവേണ്ട മനോഭാവമാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കെല്ലാമാണ് ഈ ദണ്ഡവിമോചനം ലഭിക്കുക? പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനം. 2, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ വരപ്രസാദാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. 3, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. 4, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഈ വ്യക്തി ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞവരെയും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന അല്ലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുക, ഈ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, അല്ലാതെ ശുദ്ധീകരണ സ്ഥലത്തേക്കല്ല പോകണ്ടേ. എൻ്റെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ കറകളിൽ നിന്നും എനിക്ക് മോചനം കിട്ടണം. അതിന് സഭ തന്നിരിക്കുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം ഈ ദണ്ഡവിമോചനം. എങ്ങനെയാ എനിക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുക? കേട്ടോ പ്രിയപ്പെട്ടവരെ, 1, അരമണിക്കൂർ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചന സഭ തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ഒന്ന് എൻ്റെ പാപത്തിനായിരിക്കാം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഏതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് അച്ഛൻ പറഞ്ഞ് ഈ 4-5 കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സകല പാപത്തിൻ്റെ കറകളും ആ വ്യക്തിയിൽ കഴുകി വെളുപ്പിക്കുകയാണ്. ഒരു പുതിയ വ്യക്തിയായി തീരുകയാണ് ആ വ്യക്തി.
പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം? മാമോദീസായിൽ നമുക്ക് ലഭിച്ച വരപ്രസാദ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരിക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട, അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുക. ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാനുള്ള അടുത്ത എളുപ്പമാർഗമാണ് പ്രിയപ്പെട്ടവരെ, അരമണിക്കൂർ ബൈബിൾ വായിക്കുക. ദിവസം അരമണിക്കൂർ ബൈബിൾ വായിച്ച് അച്ഛൻ പറഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്നോളം നിന്റെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും നിനക്ക് മോചനം കിട്ടും. 3, കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 4, കുരിശിന്റെ വേണ്ടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ഇങ്ങനെ കർത്താവിന് പീഡാസഹനത്തെ ധ്യാനിക്കുക. ഇതൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാനുള്ള നമുക്ക് എളുപ്പമാർഗങ്ങളായി സഭ തരിക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭാഗികമായ ദണ്ഡവിമോചനം ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് സ്വീകരിക്കാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു ദിവസം സ്വീകരിക്കാം. എങ്ങനെ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ പരിശുദ്ധാവിൻ്റെ നിയോഗാർത്ഥമൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു എത്രയും ദയുള്ള മാതാവ് ചെല്ലിയ, മനസ്താപ്രകരണം ചെല്ലിയ, കർത്താവിനെ മാലാക ചൊല്ലി പ്രാർത്ഥിച്ചാൽ, 51 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ, മറിയത്തിൻ്റെ സ്വസ്ത്രീഗീതം ചൊല്ലി പ്രാർത്ഥിച്ചാൽ, ചെറിയൊപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ചാൽ, കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ, ഇവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും ഭാഗികമായ ദണ്ഡവിമോചനമാണ് അവിടെ സ്വീകരിക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ നവംബർ മാസത്തിൽ ദണ്ഡവിമോചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഈ ദണ്ഡവിമോചനം എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു നല്ല കുമ്പസാരം നടത്തി അനുതാപ ഹൃദയത്തോടുകൂടെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഈ വ്യക്തി പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ച് ഈ ആരാധനയിൽ അരമണിക്കൂർ പങ്കെടുക്കുമ്പോൾ, അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ, നമുക്ക് എളുപ്പത്തിൽ അല്ലെ ഒരു മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കുരിശിന് വേണ്ടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനാണ് കിട്ടുന്നത് എന്നുള്ള ബോധ്യം ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നേ ദിവസം ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ സമയം മുഴുവൻ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുകയായിരുന്നു. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടയില്ല കർത്താവേ. നിത്യജീവന്റെ വസ്ത്രം നിന്റെ പക്കല. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇന്നോളം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് തിന്മകളും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഞാൻ കുമ്പസാരിച്ചു, എന്നാൽ എൻ്റെ പാപത്തിന്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു. എന്നാൽ പാപത്തിന്റെ കറ എൻ്റെ ആത്മാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. അതിൽ നിന്ന് എനിക്ക് എങ്ങനെയാ മോചനം കിട്ടുക? മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തല്ല പോകേണ്ട, സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം. അതിന് സഭ തന്നിരിക്കുന്ന ഏറ്റവും എളുപ്പമാർഗ മക്കളെ ഈ ദണ്ഡവിമോചനം. ഈ ദണ്ഡവിമോചനം എൻ്റെ പാപത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തെന്ന് പ്രാർത്ഥിക്കാൻ പോവുക. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചോ മക്കളെ. അധരം തുറന്ന് ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പത്രോസിനെ പോലെ നീ ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടയില്ല കർത്താവേ. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, നിത്യജീവന്റെ വസ്ത്രം നിന്റെ പക്കലാണ്. അധരം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. പത്രോസിൽ നിറഞ്ഞ ആ വിശ്വാസം സകല വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടയില്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, മക്കളെ ഓർത്തുള്ള നമ്പരങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥ, ഏതെല്ലാം മനസ്സിന്റെ ഭാരങ്ങളുണ്ടോ ദിവ്യകാട് നാഥന്റെ മുമ്പിലേക്ക് ഉയർത്തി യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. നീ ആ ദൈവത്തിന്റെ പരിശുദ്ധൻ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, കരമുയർത്തി സ്വരമുയർത്തി വിളിച്ചുണരുക മക്കളെ. ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്നങ്ങ് വിളിച്ച് പ്രാർത്ഥിച്ചോ. എല്ലാ പാപങ്ങളും പാപക്കറകളും അതിന്റെ അവസാന അംശം പോലും നമ്മളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാൻ, കഴുകിക്കളയാൻ കർത്താവേ, ഗാഗുൽത്തായിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ തിരുരക്തം ചിന്തിയത്. ആ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് കരമുയർത്തി വിളിച്ചുണരാം, വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോയേ,